ഒരൊറ്റ ദിവസം 50 ലക്ഷം രൂപയ്ക്ക് മുകളിൽ വിറ്റുവരവുള്ള പഞ്ചാബിലെ ഒരു ഫേമസ് റെസ്റ്റോറൻ്റാണ് നിങ്ങൾ ഈ കാണുന്നത്. അതെ, ഹവേലി റെസ്റ്റോറൻറ്റ്. ലുധിയാനയിൽ നിന്ന് നമ്മൾ ഗോൾഡൻ ടെമ്പിൾ, അമൃത്സറിലെ ഗോൾഡൻ ടെമ്പിളിലേക്ക് പോകുന്ന വഴിക്ക് ഹൈവേ സൈഡിലാണ് ഈ റെസ്റ്റോറൻറ്റ്. ഈ അകത്തിരിക്കുന്ന ആൾക്കാരുടെ എണ്ണം നിങ്ങൾ കണ്ടല്ലോ. ഇതിനേക്കാൾ കൂടുതൽ ആൾക്കാർ പുറത്ത് കഴിക്കാൻ വേണ്ടി വെയിറ്റിംഗ് ആണ്. കണ്ടോ, ഇത് പൂർണ്ണമായിട്ടും ഒരു വെജിറ്റേറിയൻ റെസ്റ്റോറൻ്റാണ്. ഇനി ഇവിടുത്തെ ഐറ്റങ്ങളുടെ എണ്ണം ഒന്നും പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല, അത്രമാത്രം വെജിറ്റേറിയൻ ഐറ്റംസ് ഉണ്ട് ഇവിടെ. ഈ ഹവേലി റെസ്റ്റോറൻറ്റ് പഞ്ചാബിലെ ഏറ്റവും പ്രശസ്തമായ തീം റെസ്റ്റോറൻറ്റുകളിലൊന്നാണ്. ഇത് സാധാരണ ഒരു ഹോട്ടൽ മാത്രമല്ല, പഞ്ചാബിൻ്റെ ഗ്രാമീണ സംസ്കാരവും ഭക്ഷണവുമൊക്കെ അനുഭവിച്ചറിയാൻ കഴിയുന്ന ഒരു ഹെറിറ്റേജ് റെസ്റ്റോറൻറ്റ് കൺസെപ്റ്റാണ്. ഇനി ഇത് 2002 ഇവിടുത്തെ ഒരു വ്യവസായിയായിട്ടുള്ള സതീഷ് ജെയിനാണ് സ്ഥാപിക്കുന്നത്. 2002 ആരംഭിച്ച ഇതിൻ്റെ ആദ്യത്തെ ഔട്ട്ലെറ്റിൽ തന്നെയാണ് നമ്മളിപ്പോൾ കഴിക്കാൻ കയറിയിട്ടുള്ളത്. ഹവേലി എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ അർത്ഥം ഉത്തരേന്ത്യയിലൊക്കെ രാജകീയമായ പഴയ വലിയ വീടുകളെയാണ് സൂചിപ്പിക്കുന്നത്. അതുപോലെ തന്നെ ഈ റെസ്റ്റോറൻറ്റ് പഴയ പഞ്ചാബി വീട്ടുപരമ്പരയുടെ ശൈലി കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്. ഇവിടെ നമുക്ക് ഭാംഗ്ര, ഗിഡ്ഡ പോലുള്ള പഞ്ചാബി ഫോക്ക് ഡാൻസുകൾ, അതുപോലെ തന്നെ പഴയ ബുള്ളോക്ക് ആർട്ട്, ഫാമിംഗ് ടൂൾസ്, ഫുൽക്കാരി ആർട്ട്, മരതകക്കല്ലുകൾ, പഴയ ശൈലിയിലുള്ള മുറ്റം, പിന്നെ ഗ്രാമീണ ചാർപ്പോയ് സീറ്റിങ്ങുകൾ, ട്രഡീഷണൽ പഞ്ചാബി ഫുഡ് സ്റ്റാൾസ്, ഇതൊക്കെ കാണാൻ സാധിക്കും. പിന്നെ ഇവിടുത്തെ ഫുഡ് ഐറ്റംസ് ആണെങ്കിൽ ദാൽ മക്കാനി, മക്കി ദി റൊട്ടി, സാർസന്ത സാഗ്, ബട്ടർ പറാത്ത, ലസ്സി, തന്തൂരി ഐറ്റംസ് എന്ന് വേണ്ട ഒരു 10-250 ഐറ്റംസ് കിട്ടും കേട്ടോ. ഈ നോർത്ത് ഇന്ത്യയിലൂടെ യാത്ര ചെയ്യുന്നവർക്കറിയാമല്ലോ, ഹൈവേ സൈഡുകളിൽ ധാബ കൺസെപ്റ്റുകളാണ് കൂടുതലായിട്ടുള്ളത്. ഈ ഹവേലി റെസ്റ്റോറൻറ്റും അങ്ങനെ തന്നെയാണ്. ഒരു റോഡ് ട്രിപ്പ് സ്റ്റോപ്പ് എന്ന രീതിയിൽ ഹവേലി വളരെ പ്രശസ്തമാണ്. കണ്ടില്ലേ, ഒരു ലോറിയിൽ സർദാർ സ്റ്റിയറിംഗ് ഒക്കെ പിടിച്ചിരിക്കുന്നത്. ഈ റെസ്റ്റോറൻറ്റിൻ്റെ അകത്ത് കയറുമ്പോൾ തന്നെ ഒരു പഴയ പഞ്ചാബി ഗ്രാമത്തിൽ എത്തിയതുപോലെ നമുക്ക് തോന്നും. അവിടെ നമുക്ക് പഴയ കിണർ, കാളവണ്ടി, നൂൽക്കട്ടിൽ, മണ്ണുകൊണ്ട് ചെയ്ത വീടുകൾ, പഴയ കൃഷി ഉപകരണങ്ങൾ, ഇതൊക്കെ കാണാൻ സാധിക്കും. ഇത് പഞ്ചാബിൻ്റെ 100-150 വർഷം പഴയ ഒരു ഗ്രാമജീവിതം കാണിക്കാൻ വേണ്ടി നിർമ്മിച്ചതാണ്.